ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. ഇന്ന് വാട്സപ്പിലുള്ള ഒരു അടിപൊളി ഒരു ഓപ്ഷനെ കുറിച്ചാണ് പറയുന്നത്. ഈ ഒരു ഓപ്ഷൻ അധികം ആളുകളും ആരും ഉപയോഗിക്കാറില്ല. നമുക്ക് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇലക്ഷനൊക്കെ സമയമാവുന്ന സമയത്ത്, ഇലക്ഷൻ നടക്കാൻ പോകുന്ന സമയമായതുകൊണ്ട് നമുക്കത് വളരെ യൂസ്ഫുൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് കാര്യം ഏകദേശം പിടികിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ഓപ്ഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് ലൈവായിട്ട് ഞാൻ കാണിച്ചു തരാം. അതിന് മുൻപ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നില്ല, സബ്സ്ക്രൈബ് ബട്ടൺ തുറന്ന് ലൈക്ക് ബട്ടണും പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. മൊബൈൽ ഓപ്പൺ ചെയ്തു. ഞാനിവിടെ വാട്സപ്പിൽ അടിപൊളി ഒരു ഓപ്ഷൻ ഞാൻ കാണിച്ചു തരാം. വാട്സപ്പിൽ നമ്മൾ സാറിന് ഇപ്പോൾ ഇലക്ഷനൊക്കെ ടൈമല്ലേ, അപ്പോൾ ഈ ഇലക്ഷൻ്റെ ടൈമിനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു വളരെ അടിപൊളി ഒരു ഓപ്ഷനാണ്. നമ്മുടെ നാട്ടിലേക്കുള്ള സ്ഥാനാർത്ഥികളൊക്കെ ജയിച്ചോ എന്നുള്ളത്, ആരാ ജയിക്കുക എന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് ഇവിടെ ഫ്രണ്ട്സിൻ്റെ കുറേ ലിസ്റ്റുകൾ ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അതിലൊരു പ്രൊഫൈൽ ഞാൻ എടുക്കുകയാണ്. ആ പ്രൊഫൈൽ ഓപ്പൺ ചെയ്തിട്ട് നമുക്കതിൽ ഒരു പോൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് പുതിയൊരു ഓപ്ഷനായിട്ട് നമുക്ക് വാട്സപ്പിൽ പരിചയപ്പെടുത്തുന്നത്. അതായത് ഇവിടെ ഞാനൊരു ഫ്രണ്ടിൻ്റെ ഒരു നമ്പർ ഞാനിവിടെ ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രൊഫൈലിലാണ് ഞാൻ എടുക്കുന്നത്. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്വപ്ന എന്നുള്ള പേരിലൊന്ന് ഓപ്പൺ ചെയ്തു. ഇവിടെ നമുക്ക് താഴേക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് താഴെ കാണാം ഈ ഒരു മെസ്സേജിന് തൊട്ടടുത്തൊരു അറ്റാച്ച് ബട്ടൺ ഉണ്ട്. ആ അറ്റാച്ച് ബട്ടണിൽ ഏറ്റവും ലാസ്റ്റിലേക്ക് വരുന്നതാണ് പോൾ എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ. ഈ ഒരു പോൾ നമുക്ക് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പലതരം പോളുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് നമ്മുടെ ഫ്രണ്ട്സിനടുത്ത് എന്തെങ്കിലും ഒരു കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ, അവരുടെ എല്ലാവരുടെയും ഒരു ഗ്രൂപ്പിലുള്ള എല്ലാവരുടെയും താല്പര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ അതിന് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാനൊരു ഗ്രൂപ്പ് ആദ്യം ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു 3 ഫ്രണ്ട്സിൻ്റെ പേര് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാണ് ലിസ്റ്റിൽ നിന്ന്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ഫ്രണ്ട്സിനെ ആഡ് ചെയ്യാം. ഒരു 10, 50, 100 ആളുകളൊക്കെ നമുക്ക് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ ഞാൻ 3 പേരുടെ പേര് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചു തരാണ് ഇത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത്, പോൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. ഈ പോൾ ക്രിയേറ്റ് ചെയ്യുന്ന വഴി നമുക്കൊരു ഗ്രൂപ്പിലുള്ള ആളുകളുടെ താല്പര്യങ്ങൾ, ഇഷ്ടങ്ങൾ, ഒരു റിസൾട്ട് നമുക്ക് കിട്ടുന്ന രീതിയിൽ നമുക്കത് ചെയ്യാൻ പറ്റും. ഞാൻ ലൈവായിട്ട് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഞാനൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഗ്രൂപ്പിനൊരു പേര് ഞാൻ കൊടുക്കുകയാണ്. അതായത് പോൾ 2 എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. ഞാൻ പോൾ 1 എന്ന് ഓൾറെഡി ഒന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ പോൾ 2 എന്ന് പറഞ്ഞിട്ടാണ് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പേര് കൊടുക്കാം. ഇലക്ഷൻ 1 എന്നോ ഇലക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ട്. അതിനുശേഷം ആ ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്തായി, ഗ്രൂപ്പ് ക്രിയേറ്റ് ആയി. ഇനി ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പോൾ 2 എന്നുള്ള ആ ഒരു പ്രൊഫൈൽ നെയിമിന്റെ മേലെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പിൽ ആരൊക്കെയാണ് ഉള്ളത് എന്നുള്ളതൊക്കെ നമുക്കിവിടെ താഴെ കാണാൻ സാധിക്കും. ഇവിടെ നമ്മുടെ ഗ്രൂപ്പിലുള്ള ആളുകളുടെ പേരുകളൊക്കെ കാണാൻ സാധിക്കും. ഇനി ബാക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ മെസ്സേജിന്റെ തൊട്ടടുത്തായിട്ട് അറ്റാച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പോൾ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ആ പോൾ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഞാൻ പോൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ക്വസ്റ്റ്യൻ, നമുക്കൊരു ക്വസ്റ്റ്യൻ കൊടുക്കാൻ പറ്റും. ബാക്കിയുള്ള ആളുകളുടെ, ഗ്രൂപ്പിലുള്ള ആളുകളുടെ താല്പര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നിങ്ങളാണെങ്കിൽ ഇലക്ഷനിൽ നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് ആ ഒരു ഏത് കാൻഡിഡേറ്റ് ആണ് ജയിക്കുക എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും. അതേപോലെ ഇവിടെ ഞാൻ ചെയ്തിരിക്കുന്നത് ആ ഗ്രൂപ്പിലുള്ള ആളുകളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ആക്ടർ ആരാന്നുള്ളതാണ്. ഹു ഈസ് യുവർ ഫേവറേറ്റ് ആക്ടർ എന്നുള്ളതാണ് ഞാനിവിടെ ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്കിവിടെ ഓപ്ഷൻസ് കൊടുക്കാൻ പറ്റും. ഒബ്ജക്റ്റീവ് ടൈപ്പായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് കൊടുക്കാം. അതായത് ഇവിടെ ആൻസേഴ്സ് ആയിട്ട് ഞാൻ കൊടുത്തിരിക്കുന്നത് ആദ്യത്തെ ഓപ്ഷനിൽ നമുക്ക് കുറേ ഓപ്ഷൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇവിടെ ഞാനൊരു 4 ഓപ്ഷൻസ് കൊടുക്കണം. ആദ്യം ഞാൻ മോഹൻലാലിൻ്റെ പേര് കൊടുത്തു. രണ്ടാമതായിട്ട് ഇവിടെ നമുക്ക് അടുത്ത ആക്ടറുടെ പേര് മമ്മൂട്ടി എന്ന് കൊടുക്കാം. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ ആൻസറായി. ഇനി മൂന്നാമത്തത് നമുക്ക് അടുത്തൊരു ആക്ടറുടെ പേര് കൂടി കൊടുക്കാം. പൃഥ്വിരാജ് എന്നുള്ളൊരു പേര് കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഓപ്ഷനാണോ കൊടുക്കേണ്ടത്, എത്ര ആൻസേഴ്സ് ആണോ കൊടുക്കേണ്ടത് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ഇവിടെ ആഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. ഇനി അടുത്തത് സുരേഷ് ഗോപി എന്നുള്ളൊരു ആക്ടറുടെ പേരും കൂടി ഞാൻ കൊടുക്കുകയാണ്. ഇനിയും നിങ്ങൾക്ക് ഇവിടെ താഴേക്ക് ആഡ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ ഇനിയും പുതിയ പുതിയ പേരുകൾ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. അതിന് താഴെയായിട്ട് അലോ മൾട്ടിപ്പിൾ ആൻസേഴ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് ഒരാൾക്ക് തന്നെ 2 ആൻസർ ക്ലിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. അത് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് ഓഫ് ചെയ്തിടുക. ഇനി അതിനുശേഷം താഴെയുള്ള സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ഈ ഒരു ക്വസ്റ്റ്യൻ പോകും. ഒരു പോള് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു എന്നർത്ഥം. ഇനി ഇവിടേക്ക് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, എല്ലാവർക്കും ഇതേപോലെ ഒരു പോളാണ് പോവുക. അപ്പോൾ അവരിത് കാണുന്ന സമയത്ത് അവർ ഈ ഒരു പോളിൽ പങ്കെടുക്കുകയും ചെയ്യും. അവർ ഇതിൻ്റെ നേരെ അവർക്ക് താല്പര്യമുള്ള, മോഹൻലാൽ ആണെങ്കിലും മമ്മൂട്ടി ആണെങ്കിലോ പൃഥ്വിരാജോ സുരേഷ് ഗോപി ആരാണോ ഇഷ്ടമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നേരെ 1 എന്നുള്ളൊരു ഐക്കൺ വരും. കണ്ടില്ലേ, ഒരു 1 എന്നുള്ള ആ ഒരു നമ്പർ വന്നിട്ടുണ്ട്. അതായത് ഒരാൾക്ക് മോഹൻലാലിനെ ഇഷ്ടമായിട്ടുണ്ടെന്ന് ഇവിടെ കാണിക്കുകയാണ്. രണ്ടാമത്തെ ആളും അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ കണ്ടില്ലേ 2 എന്ന് പറഞ്ഞിരിക്കുന്ന അവിടെ വരും. അല്ലെങ്കിൽ ഇപ്പോൾ മമ്മൂട്ടിൻ്റെ സ്ഥാനത്താണ് അവർ ടിക്ക് ചെയ്യുന്നതെങ്കിൽ 2 എന്ന് തന്നെ അവിടെ ടോട്ടലായിട്ട് വരും. ഇനി ഇതൊക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും അവസാനം ഈ പോളിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ
പോയിന്റ് കിട്ടിയിരിക്കുന്നത് അല്ലെ മാർക്ക് കിട്ടിയെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് താഴെ വ്യൂ വോട്ട്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ഏറ്റവും താഴെ വ്യൂ വോട്ട്സ് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്, പങ്കെടുത്ത ആൾക്കാരുടെ പേര് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മോഹൻലാലിനാണ് ഇപ്പോൾ 2 വോട്ട് കിട്ടിയിരിക്കുന്നത്. ഇനി അത് നമുക്ക് അടുത്ത ആള് ആഡ് ചെയ്യുന്ന സമയത്ത് അടുത്ത ആളിപ്പം മമ്മൂട്ടിക്കാണ് കൊടുക്കുന്നതെങ്കിൽ അവിടെ മമ്മൂട്ടിക്ക് 1 കിട്ടി എന്നുള്ള രീതിയിലേക്ക് അവിടേക്ക് ആഡ് ആയിട്ട് വരും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് പോള് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അത് നിങ്ങൾക്ക് ഇനിയിപ്പം നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇപ്പോൾ ലേഡീസ് ഗ്രൂപ്പൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കറി ഏതാണ്, അല്ലെങ്കിൽ ഫുഡ് ഏതാണ്, അല്ലെങ്കിൽ ഫിലിം ഏതാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതേപോലെ പോൾ വഴി നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് പല ക്വസ്റ്റ്യൻസിനും ബാക്കിയുള്ള ഗ്രൂപ്പിന് ഇടുന്നുള്ള ഒരു സജഷൻസ് നമുക്ക് മേടിക്കാൻ വേണ്ടി സാധിക്കും. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഇത്. ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് മാറ്റി മാറ്റി ചെയ്യാൻ പറ്റും. ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് ഇപ്പൊ ഏതായാലും ഇലക്ഷൻ വരുന്നതല്ലേ, അപ്പൊ നിങ്ങളുടെ നാട്ടിൽ ആരാണ് കാൻഡിഡേറ്റ് നിൽക്കുന്നത് എന്നുള്ളതും അവരിൽ ആരാണ് ജയിക്കുക എന്നുള്ളത് നിങ്ങളൊന്നൊരു പോള് സെറ്റ് ചെയ്ത് നോക്കൂ. റിസൾട്ട് എങ്ങനെ ഉണ്ടെന്നുള്ള അറിയാലോ. അതിനുശേഷം റിസൾട്ട് വരുന്ന സമയത്ത് അത് കറക്റ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത് നോക്കി നോക്കുക. ഇതുപോലുള്ള നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസാണ് എല്ലാ ദിവസവും ഞാൻ നിങ്ങൾക്കായി ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് ലൈക്ക് ബട്ടൺ, പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായി വരുന്നവരെ ഇറ്റ്സ് മീ അഭിലാഷ് രാഘവ് സൈനിങ് ഔട്ട്.